ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കറി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടു, കുറച്ച് കറുവപ്പട്ട, കുറച്ച് നല്ല 2 കഷ്ണം കറുവപ്പട്ട ഇട്ടാൽ മതി. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത് നമ്മുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനമിട്ട് വഴറ്റാൻ പോവാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് കേട്ടോ. തട്ടിക്കുട്ടി ചിക്കൻ കറി എന്നൊക്കെ വേണം നമുക്കിന് പറയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കണം, അതുപോലെ തന്നെ ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി സവാളയുടെ കൂട്ടത്തിൽ വഴറ്റി തന്നെ എടുക്കാം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ സവോള ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത്. സവോള അരിഞ്ഞ് ചേരുമ്പോൾ തന്നെയും ഈ ഗ്രേവിക്ക് നല്ല തിക്കായിക്കോളും ഗ്രേവി. അതുകൊണ്ട് സവോള പൊടിയായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നമ്മുടെ ചിക്കനിൽ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ, ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിക്കല്ലോ കേട്ടോ, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ ഇളക്കി മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് നമ്മുടെ ചിക്കൻ കറി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഒഴിക്കാം കേട്ടോ. വറുത്തരച്ച് നമ്മൾ ചേർക്കണില്ല, അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. ഒരുപാട് എണ്ണയൊന്നും നമ്മുടെ വയറ്റിൽ ചെല്ലത്തില്ല. അങ്ങനെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് പോരായ്മ തീർക്കാനായിട്ട് ഉപ്പ് വല്ലതും വേണമെങ്കിൽ ചേർത്ത് വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്കയുടെയോ കപ്പയുടെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടുതൽ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഇത്. നമ്മളിവിടെ ചക്കയുടെ കൂട്ടത്തിലാണ് കേട്ടോ കഴിക്കുന്നത്. ചക്ക ഉണ്ടെങ്കിലാണ് നമുക്കിവിടെ ചിക്കൻ വേണ്ടത്. അപ്പം ചക്കയുടെ കൂട്ടത്തിലാണ് നമ്മളിത് കഴിക്കണത് കേട്ടോ. നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.